ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 116 ഭാഗത്തിൽ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത് സുനിത പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ എം മണി നിർമ്മിച്ച് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. മോഹൻലാൽ, ശ്രീനിവാസൻ, നെടുമുടി വേണു, മേനക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ശ്യാമാണ്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണ എസ് കുമാറും എഡിറ്റിംഗ് വി.പി. കൃഷ്ണനും നിർവഹിച്ചിരിക്കുന്നു. 1986 ജനുവരി 11 അരോമ റിലീസ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തിച്ചു. ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ഈണം നൽകിയ 2 ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. ഈ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും ആശാലതയുമാണ്. ഗാനങ്ങൾ: ആ മരം ഈ മരത്തിൻ കഥ ചൊല്ലാൻ പോടിവ കുട്ടികളെ, ആ കയ്യിൽ ഈ കയ്യിലോ കളിച്ചിടമാടിവ കുട്ടികളെ എന്ന ഗാനവും, പൊന്നിൻ കിനാവുകൾ ഒന്നായി പല ഒരു കണ്ണീരിലായി സ്നേഹം എന്നെ തേടി മോഹം മാറാല ചൂടി എന്ന ഗാനവുമാണ് ചിത്രത്തിലുള്ളത്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ദിവാകരനായി മോഹൻലാൽ, സുജാതയായി മേനക, നാണുമാഷായി ജഗദീഷ് ശ്രീകുമാർ, ഹെഡ് മാസ്റ്റർ കുഞ്ഞൻ നായരായി നെടുമുടി വേണു, മാമുക്കോയ അധ്യാപികയായി സുകുമാരി, ഗോവിന്ദൻകുട്ടി മാഷായി കുഞ്ഞാണ്ടി, അതായത് ദിവാകരൻ്റെ അച്ഛൻ കൂടിയാണ് കുഞ്ഞാണ്ടി മാഷ്, വിനയൻ മാഷായി ശ്രീനിവാസൻ, MLA ആയി ഇന്നസെൻ്റ്, സ്കൂൾ മാനേജർ നമ്പ്യാരായി KPSC സണ്ണി, ദിവാകരൻ്റെ അമ്മയായി കോഴിക്കോട് ശാന്താദേവി, കാര്യസ്ഥനായി പറവൂർ ഭരതൻ, AO ആയി ജഗന്നാഥ വർമ്മ, മാനേജർ നമ്പ്യാരുടെ ഭാര്യയായി തൊടുപുഴ വാസന്തി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. 1980 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായ രീതികളെ പരിഹാസരൂപേണ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. ദിവാകരൻ ജോലി തേടി മൈസൂർ TTCയിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അഴിമതിക്കാരനായ മാനേജർ നടത്തുന്ന ഒരു സർക്കാർ എയ്ഡഡ് ലോവർ സ്കൂളിൽ അധ്യാപകനായി. ഓലമേഞ്ഞ സ്കൂൾ എല്ലാ അർത്ഥത്തിലും പരിതാപകരമായ അവസ്ഥയിലാണ്. അവിടെ നിന്നും കിട്ടുന്ന ഭക്ഷണത്തിനായി മാത്രം എത്തുന്ന കുട്ടികളും പണത്തിന് വേണ്ടി മാത്രമായി എത്തുന്ന അധ്യാപകരും സ്കൂളിൻ്റെ സൗകര്യങ്ങളിലോ വിദ്യാഭ്യാസത്തിലോ ശ്രദ്ധിക്കുന്നില്ല. അഴിമതിക്കാരനായ മാനേജർക്കാണെങ്കിൽ ഗ്രാൻഡ് നേടുന്നതിലും നിയമനങ്ങളിൽ നിന്നും പണം നേടുന്നതിനുമുള്ള ഒരു ബിസിനസ് സ്ഥാപനം മാത്രമായിരുന്നു വിദ്യാലയം. മാനേജർ സ്കൂളിനായി ലഭിക്കുന്ന ഫണ്ടുകളെല്ലാം തൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. അങ്ങനെ ശരിയായ കെട്ടിടമോ മതിയായ അധ്യാപകരോ ഇല്ലാതെ കേരളത്തിൻ്റെ ഒരു കേറാമൂലയിൽ, അതായത് കുഗ്രാമത്തിൽ ഉള്ള ഒരു സർക്കാർ എയ്ഡഡ് വിദ്യാലയത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. അന്ന് പല സർക്കാർ സ്കൂളിലും ഇത്തരം ഒരു ദുരവസ്ഥ നിലനിന്നിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇന്ന് കഥയാകെ മാറി. സർക്കാർ വിദ്യാലയങ്ങൾ വളരെ മനോഹരമായ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. പൊതുസ്ഥാപനത്തിൽ വരുന്ന ഇത്തരം മാറ്റങ്ങൾക്ക് ഇതുപോലുള്ള സിനിമകളും വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണ് ദിവാകരൻ തൊഴിൽ തേടി നടന്ന ഒരു ചെറുപ്പക്കാരനാണ്. ധാരാളം ജോലികൾ പരീക്ഷിച്ചു എങ്കിലും ഒരു ജോലിയിലും അയാൾക്ക് താല്പര്യമില്ല. അലസനായ ദിവാകരന് വെറുതെ ഉഴപ്പി നടക്കാനാണ് താല്പര്യം. മൈസൂരിലെ അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വേണ്ടി തൻ്റെ സഹോദരിയുടെ സ്വർണ്ണ ചെയിൻ പോലും മോഷ്ടിക്കുന്നു ദിവാകരൻ്റെ അടുത്ത സുഹൃത്തും അധ്യാപകനുമായ വിജയൻ മാഷാണ് അയാൾക്ക് ഈ ആശയം നൽകുന്നത്. അയാളും അപ്രകാരം സർട്ടിഫിക്കറ്റ് നേടിയ ഒരു മാഷാണ് എന്ന് ഇടയ്ക്ക് പറയുന്നുമുണ്ട്. ആദ്യം ഈ ആശയം ദിവാകരൻ അംഗീകരിക്കുന്നില്ല എങ്കിലും മറ്റൊരു വഴിയുമില്ലാതെ അയാൾക്ക് ഈ വഴി സ്വീകരിക്കേണ്ടി വരികയാണ്. തൊഴിലില്ലാത്ത ദിവാകരനെ നോക്കി അയൽക്കാരും സുഹൃത്തുക്കളുമൊക്കെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ആ സ്കൂളിൽ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നു. അങ്ങനെ ദിവാകരൻ ഒരു അധ്യാപകനായി മാറുന്നു. ദിവാകരൻ്റെ സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം അയാൾ കുണ്ടാങ്കടവ് എന്ന
വിദ്യാലയത്തിലേക്ക് യാത്ര തിരിക്കുന്നു. വിദ്യാലയം എന്ന പേര് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവശാൽ ദിവാകരൻ ആദ്യം കണ്ടുമുട്ടുന്നത് സ്കൂളിലെ പ്രധാനാധ്യാപകനായ കുഞ്ഞൻ നായരെയാണ്. കുഞ്ഞൻ നായർ ദിവാകരനോട് വളരെ സ്നേഹമായാണ് പെരുമാറിയത്. ആദ്യം മാനേജറായ നമ്പ്യാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെടുന്നു. മാനേജർ തനിക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ വിഹിതത്തെക്കുറിച്ച് വ്യാകുലപ്പെടുകയും അത് അടുത്ത 5 മാസത്തിനുള്ളിൽ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ആ സ്കൂൾ. യഥാർത്ഥത്തിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ ഓടുമേഞ്ഞ ഒരു കെട്ടിടം. അധ്യാപകർ സ്കൂളിൽ വരുന്നത് പോലും വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നാണു മാസ്റ്ററെയും കോയയെയും കല്യാണ ടീച്ചറെയും പരിചയപ്പെട്ടു. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന സുജാത എന്ന പെൺകുട്ടിയെയും ദിവാകരൻ പരിചയപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇത്രയും പേരിൽ കുറച്ചെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ളതായി തോന്നിയത് സുജാതയ്ക്കാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പ്രധാനാധ്യാപിക ദിവാകരനോട് ആവശ്യപ്പെടുമ്പോൾ ദിവാകരൻ പരിഭ്രാന്തനാകുന്നു. 1ാം ക്ലാസ് മാത്രം പഠിപ്പിക്കണം എന്ന ആഗ്രഹവുമാണ് അയാൾ അവിടെ വന്നത്. പക്ഷേ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ് ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെടുന്നത്. സുജാത വളരെ മിടുക്കിയും ബുദ്ധിമതിയുമായ പെൺകുട്ടിയാണ്. അവൾ ദിവാകരന് ഇംഗ്ലീഷ് അറിയില്ല എന്ന സത്യം മനസ്സിലാക്കുന്നു. ഉപ്പുമാവിന് ഇംഗ്ലീഷിൽ കുട്ടികളുടെ സംശയം മാറ്റുന്നതിന് വേണ്ടി സാൾട്ട് മാംഗോ ട്രീ എന്ന പ്രയോഗം അയാൾ പറഞ്ഞു കൊടുക്കുന്നു. സാൾട്ട് മാംഗോ ട്രീ എന്നാണ് ഉപ്പുമാവിനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറയുന്നു. ഈ പ്രയോഗം ഈ ചിത്രത്തിലൂടെ മോഹൻലാലിൻ്റെ നാവിൽ നിന്നും പ്രേക്ഷകർ കേട്ടപ്പോൾ ആ വാക്ക് പോപ്പുലറായി മാറി. ആ പ്രയോഗം ഇന്നും നിലനിൽക്കുന്നു. തെറ്റായി പഠിപ്പിച്ച് കുട്ടികളെ നശിപ്പിക്കരുതെന്ന് സുജാത ദിവാകരനോട് അപേക്ഷിക്കുന്നു. അവളുടെ സാന്നിധ്യം ദിവാകരനിൽ അസ്വസ്ഥത ഉളവാക്കി. അവളെ അവിടെ നിന്നും പുറത്തു ചാടിക്കാനായി ദിവാകരൻ ശ്രമിക്കുന്നു. പക്ഷേ സുജാതയുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ വരുന്നതെന്ന് ഹെഡ് മാസ്റ്റർ ദിവാകരനോട് പറയുന്നു. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുമ്പോഴാണ് AEOയുടെ വിസിറ്റുണ്ടാകും എന്ന വിവരം ദിവാകരൻ അറിയുന്നത്. അത് കേട്ട ദിവാകരൻ വല്ലാതെ പേടിച്ചു. ഇതിവിടെ പതിവാണെന്നും പുതിയ നിയമനം ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാകും എന്നും അറിയിക്കുന്നു. ദിവാകരൻ വല്ലാതെ പേടിച്ചു. സുഹൃത്തായ വിജയൻ മാസ്റ്റർ ധൈര്യം നൽകി. അയൽപ്പക്കത്ത് നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ AEO വരുന്ന ദിവസം കൊണ്ടുവരണമെന്നും ആ ജോലി ദിവാകരനെയും സുജാതയെയും ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പ്രശ്നവുമില്ലാതെ പരിശോധന കഴിഞ്ഞു. പുതിയതായി ചുമതലയേറ്റ ദിവാകരൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും AEO ഏറെ സംതൃപ്തനായിരുന്നു. ദിവാകരന് അത് വലിയ ആശ്വാസമായി. പക്ഷേ തൽക്കാലം രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കേണ്ട കാര്യമില്ലെന്ന് സുജാത ദിവാകരനോട് പറയുന്നു. അറിവ് പുതുക്കി കുട്ടികളുടെ നല്ല ഭാവിക്കായി ശ്രമിക്കണം, അവരെ നന്നായി പഠിപ്പിക്കണം എന്ന് സുജാത ഉപദേശിക്കുന്നു. ദിവാകരന് സുജാത നൽകിയ പ്രചോദനം വളരെ വലുതായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അയാൾ പഠിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം സുജാതയുടെ വീട് സന്ദർശിച്ചപ്പോൾ അവളുടെ അമ്മ കിടപ്പിലാണെന്നും അവൾ മാത്രമാണ് പരിചരിക്കാനുള്ളതെന്നും മനസ്സിലാക്കുന്നു. സുജാതയോട് ഒരു സോഫ്റ്റ് കോർണർ അയാൾക്ക് തോന്നി തുടങ്ങുന്നു. ടൗണിൽ പഠിക്കുന്ന മാനേജറുടെ മക്കൾ അവധിക്കാല സന്ദർശനത്തിനെത്തുമ്പോൾ സ്കൂളിലും വിസിറ്റ് നടത്തുന്നു. അവർ പിതാവിനെ പോലെ തന്നെ അഹങ്കാരികളായിരുന്നു. ഒരു ദിവസം സ്കൂളിലെത്തിയപ്പോൾ ദിവാകരൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്നറിയിക്കുന്നു. അത് കണ്ട് അവർ അയാളെ കളിയാക്കുന്നു. അയാളുടെ പിതാവ് അഴിമതിക്കാരനാണെന്നും കുട്ടികളുടെ ക്ഷേമത്തിൽ അയാൾക്ക് ഒരു താല്പര്യവുമില്ലെന്നും ദിവാകരൻ തുറന്നടിക്കുന്നു. ഇത് മാനേജർക്ക് അയാളോടുള്ള ദേഷ്യത്തിന് കാരണമായി. ശരിയായ ശൗചാലയം പോലും ഇല്ലാത്ത സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ച് അയാൾ പറയുന്നു. മാനേജർ ദിവാകരന് താക്കീത് നൽകുന്നു. സ്വന്തം കാര്യം ശ്രദ്ധിക്കാനും പറയുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം സുജാതയുടെ അമ്മ മരിക്കുന്നു. അവൾ തനിച്ചല്ല, താൻ കൂടെ ഉണ്ടാകുമെന്ന് അവളെ അയാൾ ആശ്വസിപ്പിക്കുന്നു. അവർ കൂടുതൽ അടുക്കുന്നു. സ്കൂൾ പണിത സ്ഥലം യഥാർത്ഥത്തിൽ സുജാതയുടേതാണെന്നും അവളിൽ നിന്ന് ദിവാകരൻ മനസ്സിലാക്കുന്നു. കൗശലക്കാരനായ മാനേജർ സുജാതയുടെ സഹോദരൻ ശിവനിൽ നിന്നും ചതിയിലൂടെ സ്കൂളിരിക്കുന്ന സ്ഥലം സ്വന്തമാക്കുകയും അവനെ നക്സലൈറ്റെന്ന് മുദ്രകുത്തി ജയിലിലാക്കുകയും ചെയ്യുന്നു എന്ന കാര്യവും മനസ്സിലാക്കുന്നു. കുറ്റബോധം കൊണ്ടാണ് സുജാതയ്ക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണം വയ്ക്കുന്ന ജോലി നൽകിയതെന്നും അറിയാൻ കഴിഞ്ഞു. ദിവാകരൻ തൻ്റെ സുഹൃത്തായ വിജയൻ മാസ്റ്റർ വഴി അച്ഛന് കാശ് അയച്ചു കൊടുക്കുന്നു. അഭിമാനിയായ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ പണം വാങ്ങാൻ മടിക്കുന്നു.
അയാൾ എവിടെയാണ് ദിവാകരൻ ജോലി ചെയ്യുന്നത് അന്വേഷിക്കുന്നു. വിജയൻ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിലും അയാൾ കണ്ടെത്തുന്നു. ഒടുവിൽ അച്ഛൻ ദിവാകരനെ സ്കൂളിൽ ചെന്ന് കാണുകയും വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ ജോലി നേടിയത് തനിക്ക് അപമാനമാണെന്നും AEOയെ വിവരം അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ അച്ഛന് തന്നോടുള്ള മനോഭാവമാണ് തന്നെ ഇങ്ങനെ നശിപ്പിച്ചതെന്ന് അയാൾ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. ദിവാകരൻ്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, യഥാർത്ഥത്തിൽ AEOയെ കണ്ട് കുണ്ടാങ്കടവ് സ്കൂളിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ഒരു അധ്യാപകൻ ജോലി ചെയ്യുന്നു എന്നും അത് തൻ്റെ മകനാണെന്നും അറിയിക്കുന്നു. അതിനിടയിൽ ഒരു ദിവസം മാനേജർ സ്കൂളിൽ വന്ന് ഒരു കത്ത് കാണിക്കുന്നു. മാനേജർ അഴിമതിക്കാരനാണെന്ന് കാണിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു സൗകര്യവും അയാൾ നൽകുന്നില്ല എന്നൊക്കെ കാണിച്ച് ഉന്നത അധികാരികൾക്ക് നൽകിയ ഒരു പരാതി കത്തായിരുന്നു അത്. ദിവാകരൻ്റെ ഒപ്പായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ദിവാകരൻ അയച്ച കത്തല്ല എന്ന് ദിവാകരൻ അറിയിക്കുന്നു. ഒടുവിൽ അക്ഷരം വച്ച് നാണു മാസ്റ്ററാണ് കത്തെഴുതി പോസ്റ്റ് ചെയ്തത് അവിടെ എന്ന് അറിയുന്നു. അയാൾ അത് പറയുകയും ചെയ്യുന്നു. ഇത് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നു. പെട്ടെന്ന് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം സംഭവിച്ചു. ഒരു ദിവസം വലിയ ഇടിമിന്നലുണ്ടായി. AEO സന്ദർശിക്കും എന്ന അഭ്യൂഹമുണ്ടായിരുന്നതിനാൽ പതിവ് പോലെ അവധി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. കെട്ടിടത്തിൽ തന്നെ കുട്ടികളെ ഇരുത്തുകയാണ് ചെയ്തത്. മഴയിലും ഇടിമിന്നലിലും കെട്ടിടം തകർന്നു വീഴുകയും ആ അപകടത്തിൽ 3 കുട്ടികൾ മരിക്കുകയും ചെയ്യുന്നു. ഗ്രാമം മുഴുവൻ അവരുടെ സഹായത്തിനുണ്ടായിരുന്നു. ദിവാകരന് വല്ലാത്ത വിഷമം തോന്നി. താനൊരു മാതൃകാ അധ്യാപകനല്ലെന്നും താൻ വ്യാജനായതിനാൽ ദുരന്തത്തിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം ചിന്തിച്ചു. എല്ലാ പേരോടും അക്കാര്യം പറയുകയും ചെയ്തു. പോലീസിൽ കീഴടങ്ങാൻ പോകുന്നതിനാൽ സുജാതയോട് മാപ്പ് പറയണമെന്നും അമ്മയുടെ അടുത്ത് സുജാതയെ എത്തിച്ച് സുജാതയെ നോക്കിക്കൊള്ളണമെന്നും തൻ്റെ അമ്മയെ സുജാത പരിപാലിക്കണമെന്നും അച്ഛനോട് പറയുന്നു. തൻ്റെ മകൻ്റെ സത്യസന്ധതയിൽ അച്ഛന് ആദ്യമായി അഭിമാനം തോന്നി. കുറ്റബോധമില്ലാത്ത മനസ്സുമായി ദിവാകരൻ പോലീസ് വാനിൽ കയറുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. ഈ ചിത്രത്തിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കളും യഥാർത്ഥത്തിൽ അവരവരുടെ റോളുകളിലൂടെ ജീവിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നെടുമുടി വേണു, മേനക, ജഗദീഷ് ശ്രീകുമാർ. തീർച്ചയായും മോഹൻലാലിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിലും കാഴ്ചവെച്ചത്. ശ്രീനിവാസൻ്റെ ശക്തമായ കഥാഗതി ചിത്രത്തിൻ്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നു. കൊമേഴ്സ്യലായി വിജയമായി തീർന്ന ചിത്രം നല്ലൊരു പ്രദർശന വിജയവും കൈവരിച്ചിരുന്നു. ചിത്രം OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.